നമ്മൾ കഴിഞ്ഞ ദിവസം വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടു. ഒരു കേർവിനെ എങ്ങനെ പാരാമെട്രൈസ് ചെയ്ത് കേർവിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പൊസിഷൻ വെക്റ്റർ വെച്ചിട്ട് ആർ ബാർ ഓഫ് ടി ആണ് ഒരു കേർവിൻ്റെ പാരാമെട്ര. ആർ ബാർ ഓഫ് ടി ഈക്വൽ ടു സം എഫ് ടി ഐ ഇൻറ്റു ജി ടി ജെ എഫ് ടി ഐ പ്ലസ് ജി ടി ജെ പ്ലസ് എച്ച് ടി കെ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു കേർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ. എന്നിട്ട് ടിക്ക് ഒരു റേഞ്ചും കൂടെ തരുമ്പോൾ ആ പാരാമെട്രൈസേഷൻ കംപ്ലീറ്റ്. അപ്പം ആ ടിയുടെ ആ പർട്ടിക്കുലർ റേഞ്ച് നമ്മൾ മൂവ് ചെയ്യുമ്പം എക്സ് നമുക്ക് എന്താ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, ഇസഡ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി. അതായത് നമ്മൾ ഈ കമ്പോണൻസ് കൊടുക്കുക. ഐ കമ്പോണൻറ്റിന് എക്സ് എന്നും ജെ കമ്പോണൻറ്റിനെ വൈ എന്നും കെ കമ്പോണൻറ്റിനെ ഇസഡ് എന്നും കൊടുത്ത് ചെയ്യുമ്പം എന്നിട്ട് ടിക്ക് ഇപ്പോൾ സപ്പോസ് ടി വേരീസ് ഫ്രം എ ടു ബി ആണെങ്കിൽ നമ്മൾ എ തൊട്ട് ബി വരെയുള്ള വാല്യൂസ് കൊടുക്കുമ്പം ഈ എക്സ് വൈ ഇസഡ് നമുക്ക് മാർക്ക് ചെയ്ത് പോകുമ്പോൾ ദ കർവ് ട്രേസ്ഡ് ബൈ ദ വെക്റ്റർ ആർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വെക്റ്റർ ആറിനെ നമ്മൾ പൊസിഷൻ വെക്റ്റർ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു എങ്ങനെ ഒരു വെക്റ്റർ ആറ് തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ എങ്ങനെ കേർവ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഹെലിക്സിൻ്റെ ഒരു പ്രോബ്ലവും ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് എന്താ, ലിമിറ്റിൻ്റെ ഡെഫിനേഷനും കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനും. അപ്പോൾ ലിമിറ്റ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ഒരു വെക്റ്റർ നമ്മൾ ആർ ബാർ ഓഫ് ടി നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, ആർ ബാർ ഓഫ് ടിക്ക് പകരം നമ്മൾ അതിനെ ലിമിറ്റ് ഓരോ കമ്പോണൻറ്റ് വൈസ് ലിമിറ്റ് എടുക്കുക. എഫ് ഓഫ് ടി ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ജി ഓഫ് ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് എച്ച് ഓഫ് ടി കെ. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതായിരുന്നു ലിമിറ്റ് കാണാൻ വേണ്ടി. പിന്നെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞ എന്താണ്, ലിമിറ്റ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ കമ്പോണൻസും കണ്ടിന്യൂസ് ആയാൽ മതി. അല്ല എങ്കിൽ നമ്മൾ പറയുമ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നത് ആർ ബാർ ഓഫ് ടി നോട്ടാണ്. ടി നോട്ടിലോട്ട് പോകുമ്പോൾ വെക്റ്റർ ആറിൻ്റെ വാല്യൂ വെക്റ്റർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ ബാർ ഓഫ് ടി നോട്ട് ആവുകയാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ കണ്ടിന്യൂറ്റിയും പറഞ്ഞു, ലിമിറ്റും പറഞ്ഞു. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള ഡെറിവേറ്റീവ് ആണ്. അപ്പം ഡെറിവേറ്റീവ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഒരു വെക്റ്റർ ആറ്, ഇപ്പോൾ സപ്പോസ് വെക്റ്റർ ആർ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ, ഈ ഒരു ഫോമിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ വെക്റ്ററിനെ നമുക്ക് ഡിഫറൻഷ്യബിൾ അറ്റ് ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ കമ്പോണൻസും വെക്റ്റർ ആറിൻ്റെ ഓരോ കമ്പോണൻസും ഓരോ സ്കെയിലാർ ഫംഗ്ഷൻസാണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ഫംഗ്ഷനാണ്, ജി ഓഫ് ടി എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ഫംഗ്ഷനാണ്, എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എല്ലാം സ്കെയിലാർ ഫംഗ്ഷൻസ് ഓഫ് ടി ആണ്. അപ്പോൾ എഫും ജിയും എച്ചും എല്ലാം സ്കെയിലാർ ഫംഗ്ഷൻസ് ഓഫ് ടി ആണ്. എഫും ജിയും എച്ചും ടിയിൽ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമുക്ക് വെക്റ്റർ ആറും ഡിഫറൻഷ്യബിൾ അറ്റ് ടി എന്ന് പറയാം. അപ്പം വെക്റ്റർ ആറ് ഡിഫറൻഷ്യബിൾ അറ്റ് ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ കമ്പോണൻസും ഡിഫറൻഷ്യബിൾ അറ്റ് ടി. ഏതെങ്കിലും ഒന്ന് ഡിഫറൻഷ്യബിൾ അല്ല എങ്കിൽ നമുക്ക് വെക്റ്റർ ഡിഫറൻഷ്യബിൾ അല്ല. എൻ്റെ എല്ലാ കമ്പോണൻറ്റുകളും ഡിഫറൻഷ്യബിൾ അറ്റ് ടി ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ വെക്റ്റർ ഡിഫറൻഷ്യബിൾ അറ്റ് ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ആർ ബാർ ഡാഷ് ഓഫ് ടി അല്ലെങ്കിൽ ഡി ആർ ബൈ ഡി ടി എന്നും കൊടുക്കാറുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് വെക്റ്റർ ആറിന് നമ്മൾ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി അല്ലെങ്കിൽ ഡി ആർ ബൈ ഡി ടി എന്ന് പറയും. അതിനെ നമ്മൾ ഡെൽറ്റയുടെ ടേംസിൽ പറയുവാണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. നമ്മൾ പണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഫോം പറയുന്നത് പോലെ വെക്റ്ററിൻ്റെ ടേംസിലാണെങ്കിൽ നമ്മൾ വെക്റ്റർ ആർ അറ്റ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് വെക്റ്റർ ആർ അറ്റ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇതായിരിക്കും. ഇതിനെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ, നമ്മൾ വെക്റ്ററിനെ കമ്പോണൻസ് വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പം എഫിനെ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എഫ് ബൈ ഡി ടി ഐ പ്ലസ് ഡി ജി ബൈ ഡി ടി ജെ പ്ലസ് ഡി എച്ച് ബൈ ഡി ടി കെ. അപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ട ഇപ്പോൾ ആർ ബാർ ഓഫ് ടി നമുക്ക് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ ഹെലിക്സിൻ്റെ ഇക്വേഷൻ നമ്മളിത് കണ്ടതാണ്. അപ്പം ഡി ആർ ബൈ ഡി ടി ചെയ്യാൻ വേണ്ടി എന്താ വെക്റ്റർ ആറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാമെന്ന് പറഞ്ഞാൽ കമ്പോണൻസ് വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എല്ലാ കമ്പോണൻസും ഡിഫറൻഷ്യബിൾ ആണെന്ന് നോക്കുക. കോസ് ടി ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്കത് മൈനസ് സൈൻ ടി ഐ കിട്ടും. സൈൻ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് ടി ജെ
ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1, അപ്പോൾ അത് കെ എന്ന് വരും. അപ്പം നമ്മൾ കമ്പോണൻറ്റ് വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഐ ജെ കെ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടും. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓരോ കമ്പോണൻസും ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമുക്ക് ആ വെക്റ്റർ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് ഓരോ കമ്പോണൻറ്റ് വൈസ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം വെക്റ്റർ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ പോയിൻറ്റും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ പോയിൻറ്റും ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമ്മൾ പറയും വെക്റ്റർ ആർ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിൻറ്റ്സ്. ആ ഡൊമൈനിൽ മൊത്തം ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയും. ഇനി ആ കേർവ് സ്മൂത്ത് ആവാനുള്ള കണ്ടീഷനാണ്. കേർവ് സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ dr/dt കണ്ടിന്യൂസ് ആയിരിക്കണം, നെവർ 0 ആൻഡ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഒരു കേർവ് സ്മൂത്ത് കേർവ് ആവാനുള്ള ഡെഫിനേഷൻ പറയുന്നത് അതിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, നോട്ട് ഈക്വൽ ടു നെവർ 0. നെവർ 0 എന്ന് പറയുമ്പം നമുക്കറിയാം അത് df/dt i പ്ലസ് dg/dt j പ്ലസ് dh/dt k നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കമ്പോണൻസിലും കൂടെ 0 വന്നെങ്കിൽ മാത്രമേ ഒരു വെക്റ്റർ 0 ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇതിന് dr/dt കണ്ടിന്യൂസ് ആണോ എന്നെങ്കിൽ ഇതിൻ്റെ ഓരോ കമ്പോണൻസും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ df/dt dg/dt dh/dt കണ്ടിന്യൂസ് ആയിരിക്കണം. അതിൻ്റെ സൈമിൾട്ടേനിയസ്ലി 0 വരാൻ പാടില്ല. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് 0, രണ്ടെണ്ണം വരെ ഒരുമിച്ച് 0 വരാം, മൂന്നും കൂടെ ഒരുമിച്ച് 0 വരാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു കേർവ് സ്മൂത്ത് നമ്മൾ ആദ്യം അതിൻ്റെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ആ കേർവ് സ്മൂത്ത് ആവാനുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. കേർവ് സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ dr/dt എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പം ഇത് കണ്ടിന്യൂസ് dr/dt കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ നമ്മൾ കണ്ടിന്യൂറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വെക്റ്റർ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ കമ്പോണൻസും കണ്ടിന്യൂസ് ആയിരിക്കണം. ഇതിൻ്റെ ഓരോ കമ്പോണൻസ് പറയുന്നത് df/dt dg/dt ആൻഡ് dh/dt. അപ്പോൾ ഈ 3 കമ്പോണൻസും കണ്ടിന്യൂസും ആയിരിക്കണം. പിന്നെ dr/dt നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ 3 കമ്പോണൻസും കൂടെ ഒരുമിച്ച് 0 വരാൻ പാടില്ല. രണ്ടെണ്ണം വരെ ഒരുമിച്ച് 0 വരാം, പക്ഷേ മൂന്നും കൂടെ ഒരുമിച്ച് 0 വരാൻ പാടില്ല. അതാണ് നമ്മൾ സ്മൂത്ത് കേർവിന് ഡെഫിനേഷനായിട്ട് പറഞ്ഞത്. അപ്പം ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്ത് സ്മൂത്ത് കേർവ് എന്ന് പറഞ്ഞാൽ dr/dt കണ്ടിന്യൂസ് ആവുകയും നോട്ട് ഈക്വൽ ടു 0യും വരുന്ന ഫംഗ്ഷനെയാണ് കേർവിനെയാണ് നമ്മൾ സ്മൂത്ത് കേർവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡെറിവേറ്റീവ് എന്താണ് എന്ന് കണ്ടു. r⁻' അല്ലേ, നമ്മളിപ്പോൾ കണ്ടത് അതാണ്. r⁻' നമുക്ക് f' അല്ലെങ്കിൽ ഓരോ കമ്പോണൻസ് വൈ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. df/dt i പ്ലസ് dg/dt j പ്ലസ് dh/dt k. എന്നിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് സ്മൂത്ത് കേർവ് നമ്മൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. സ്മൂത്ത് കേർവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് dr/dt നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് 0 വരാൻ പാടില്ല. രണ്ടെണ്ണം വരെ ഒരുമിച്ച് 0 വരാം, മൂന്നും കൂടെ ഒരുമിച്ച് 0 വരാൻ പാടില്ല. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഓരോ കമ്പോണൻസും കണ്ടിന്യൂസും ആണ് എങ്കിൽ കേർവ് സ്മൂത്ത് ആണെന്ന് നമ്മൾ പറയാം. ഇനി നമുക്കുള്ളത് ജോമെട്രിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡെറിവേറ്റീവാണ്. ഈ ഡെറിവേറ്റീവിനെ എങ്ങനെ നമുക്ക് ജോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പം നമ്മൾ r⁻' ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതെന്ന് പറയുന്നത് ലിമിറ്റ് Δt ടെൻസ് ടു 0 r⁻t പ്ലസ് Δt മൈനസ് r⁻t ഡിവൈഡഡ് ബൈ Δt. ഇതിൻ്റെ ഈ ഒരു ലിമിറ്റിംഗ് വാല്യൂവിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് അറ്റ് ടി എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് അറ്റ് ടി എന്ന് പറയുന്നത് r⁻t പ്ലസ് Δt മൈനസ് r⁻tയുടെ ഡിഫറൻസ് ഡിവൈഡ് ബൈ Δt. അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആസ് Δt ടെൻസ് ടു 0 ആയി. അപ്പോൾ നമ്മളിവിടെ ഒരു കേർവ് നോട്ടിൽ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മളൊരു കേർവ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു കേർവാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ പി എന്ന് വിളിക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് പി ആയിട്ടും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ക്യൂ എന്നും വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ പോയിന്റ് പിയുടെ പൊസിഷൻ വെക്ടറാണ് r⁻t എന്ന് വിചാരിക്കുക. ഈ പർട്ടിക്കുലർ പോയിന്റിലെ പൊസിഷൻ വെക്ടർ r⁻tയും ഇതിൻ്റെ പൊസിഷൻ വെക്ടർ അതായത് ഒയിൽ നിന്ന് പിയിലോട്ടുള്ള വെക്ടറിനെ നമ്മൾ r⁻ എന്നും ഇതിനെ നമ്മൾ r⁻t എന്നും OQനെ നമ്മൾ r⁻t പ്ലസ് Δt എന്നും വിളിക്കുകയാണെങ്കിൽ നമുക്കറിയാം PQ എന്ന് പറയുന്നത് എന്താണ്? PQ എന്നുള്ള വെക്ടർ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ r⁻t പ്ലസ് Δt, ഇതിൻ്റെ പൊസിഷൻ വെക്ടർ r⁻t. നിങ്ങൾ +2 വെക്ടർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് PQ എന്നുള്ള വെക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അതിനെ OQ മൈനസ് OP അല്ലേ, ഈ വെക്ടർ കിട്ടാൻ വേണ്ടി നമുക്ക് OP മൈനസ് OQ ചെയ്താൽ മതി. OQ എന്ന് പറയുന്നത് r⁻t പ്ലസ് Δt,
ഒ പി എന്ന് പറയുന്നത് ആർ ബാർ ഓഫ് ടി. അപ്പം പി ക്യൂ എന്നുള്ള വെക്ടറിൻ്റെ ഇക്വേഷനാണ് ആക്ച്വലി ഈ ന്യൂമറേറ്റർ വരുന്നത് അല്ലേ. നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, പി ക്യൂ ആണ്. അപ്പോൾ നമുക്ക് ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ വെക്റ്റർ പി ക്യൂ ആണ്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളതൊരു വെക്ടറാണ്. അതിന് നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് 1/Δt എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/Δt എന്ന് പറയുന്നൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ പി ക്യൂവിൻ്റെ ലെങ്ത് ആണ് അല്ലെങ്കിൽ പി ക്യൂ എന്നുള്ള വെക്ടറാണ് ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി. അതിനെ നമ്മളൊരു സ്കെയിലാർ വെച്ചിട്ട് 1/Δt എന്നുള്ളൊരു സ്കെയിലാർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പി ക്യൂവിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും അല്ലേ. വെക്റ്റർ പി ക്യൂവിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അപ്പം ഡെൽറ്റ ടി പോസിറ്റീവ് ആണ് എങ്കിൽ, ഈ ഡെൽറ്റ ടി എന്നുള്ളത് പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടിയെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ഡയറക്ഷനും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് പി ക്യൂവിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. പി ക്യൂവിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ഇനി ഡെൽറ്റ ടി 0 പോകുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഇവിടുത്തെ പൊസിഷൻ വെക്ടറാണ് ആർ ബാർ ഓഫ് ടി, ഇവിടുത്തെ പൊസിഷൻ വെക്ടറാണ് ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. അപ്പം ഡെൽറ്റ ടി കുഞ്ഞായി 0 പോകുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കും, ഈ ക്യൂ എന്നുള്ള പോയിൻ്റ് മൂവ് ചെയ്ത് ഈ പിയോട് വളരെ അടുക്കും അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫിഗർ ഒന്നും കൂടെ വരയ്ക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പി, അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ ആദ്യം ക്യൂ വരച്ചത്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ ടി ഒരു 5 വല്ലതും ആയിരുന്നു വിചാരിക്കുക. ആ ഡെൽറ്റ ടി എന്നുള്ളത് കുറഞ്ഞ് 0 വളരെ എടുക്കുമ്പം അത് എന്ത് സംഭവിക്കും, ഈ പോയിൻ്റ് ഈ ക്യൂ എന്നുള്ള പോയിൻ്റ് ആക്ച്വലി എന്തായിട്ട് മാറും, ഈ ക്യൂ എന്നുള്ളത് ഈ പിയോട് വളരെ അടുത്ത് വരും. അപ്പോൾ പി ക്യൂവിൻ്റെ ഡയറക്ഷനുള്ള വെക്ടറാണ് നമ്മുടെ ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം പി ക്യൂവിൻ്റെ ഡയറക്ഷൻ, അപ്പോൾ പിയും ക്യൂ ആക്ച്വലി വളരെ അടുത്ത് വന്നു. അപ്പോൾ പി ക്യൂവിൻ്റെ ഡയറക്ഷൻ, പി ക്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ഈ പിയും ക്യൂവും വളരെ അടുത്ത് വരുമ്പം പി ക്യൂ എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പി എന്നുള്ള പോയിന്റിലെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലേ. ഇവിടെ നമ്മൾ പിയും ക്യൂവും കുറച്ച് അകന്ന് കിടന്നപ്പോൾ നമുക്കൊരു ലൈനായിട്ട് കിട്ടി. പക്ഷേ ക്യൂ എന്നുള്ളത് ഇങ്ങനെ പിയോട് വളരെ അടുത്തു, ഡെൽറ്റ ടി 0 അടുക്കും തോറും ഈ ക്യൂവ് പിയോട് വളരെ അടുക്കും. അപ്പോൾ ഈ ലൈൻ പി ക്യൂ എന്നുള്ള ലൈൻ എന്തായിട്ട് മാറും, ഈ പർട്ടിക്കുലർ പോയിന്റ് പിയിലെ ടാൻജൻ്റ് ആയിട്ട് മാറും. അപ്പം ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി പോസിറ്റീവ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിട്ട് മാറും, അത് പി ക്യൂവിൻ്റെ ഡയറക്ഷനുള്ളൊരു വെക്ടറാണ്. അപ്പം ഡെൽറ്റ ടി 0 അടുക്കുമ്പോൾ അത് ആ പി എന്നുള്ള പോയിന്റിലെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനായിട്ട് വെക്ടർ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് പി ആയിട്ട് മാറും. അതാണ് ഡെൽറ്റ ടി 0 അല്ലാതെ 0 വളരെ അടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ 2 പ്രാവശ്യം ഇതൊന്നും കേൾക്കണേ. അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഈ കർവ് ഇങ്ങനെ കിടക്കുന്നു, പി എന്നുള്ള പോയിൻറ്റ് ക്യൂ എന്നുള്ള പോയിൻറ്റ് ഇതുമായിരുന്നു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ടി പ്ലസ് ഡെൽറ്റ ടി വരുമ്പോഴത്തെ പൊസിഷനാണിത്. ഇതെന്ന് പറയുന്നത് ടിയിലെ പൊസിഷനാണ്. അപ്പോൾ ഈ ഡെൽറ്റ ടി 0 വളരെ അടുക്കുമ്പം ഇതെന്ന് പറയുന്നത് എന്തായിട്ടും ഈ പർട്ടിക്കുലർ പോയിന്റ് മൂവ് ചെയ്ത് ഇതിനോട് വളരെ അടുക്കും. അപ്പോൾ ഈ പോയിന്റ് വളരെ അടുത്ത് വരുമ്പം ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ലൈൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ആ പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു പോയിന്റിലാണെങ്കിൽ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താ, ആ കേവുമായിട്ട് പെർപെൻഡിക്കുലർ ആ കേവിനോട് ചേർന്ന് വരുന്ന ലൈനെയാണ് നമ്മൾ ടാൻജൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കേവ് വരച്ചാൽ ഇവിടുത്തെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇത്, ഇവിടുത്തെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇത്, അതിനെ ടച്ച് ചെയ്ത് പോകുന്ന ആ ലൈൻ. അപ്പോൾ ഈ പി ക്യൂവിൻ്റെ അവിടെ പിയോട് വളരെ അടുക്കും തോറും പി ക്യൂവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പി എന്നുള്ള പോയിന്റിൽ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് പി എന്ന് പറയാം. ആർ ബാർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഡെൽറ്റ ടി പോസിറ്റീവ് ആണ് എങ്കിൽ നമ്മൾ ഡെൽറ്റ ടി 0 അടുക്കുമ്പോൾ ആർ ബാർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് പി ആയിരിക്കും. അപ്പോൾ ടാൻജൻറ്റ് കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു T0 എന്നുള്ള പോയിന്റിലെ ടാൻജൻറ്റ് കാണാൻ വേണ്ടി നമ്മൾ ആ പർട്ടിക്കുലർ പോയിൻറ്റും അതിൻ്റെ ഡയറക്ഷൻ, ഒരു ലൈൻ കാണാൻ വേണ്ടി ഒരു പോയിൻറ്റും, ഒരു ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി ഒരു പോയിൻറ്റും അതിൻ്റെ ഡയറക്ഷൻ പറഞ്ഞാൽ മതി. അപ്പം പോയിൻറ്റ് T0 എന്നുള്ള പോയിൻറ്റിലെ ടാൻജൻറ്റ് ആണെങ്കിൽ അവിടുത്തെ കർവിലെ പോയിൻ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് T0, ജി ഓഫ് T0, എച്ച് ഓഫ് T0 ആയിരിക്കുകയല്ലേ. T0 എന്നുള്ള പോയിന്റിലെ കർവിലെ പോയിന്റിനെ നമുക്ക് എഫ് ഓഫ് T0, ജി ഓഫ് T0, എച്ച് ഓഫ് T0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എഫ് ഓഫ് T0, ജി ഓഫ് T0, എച്ച് ഓഫ് T0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ആ പർട്ടിക്കുലർ പോയിന്റിലെ ടാൻജൻറ്റ് കാണാൻ വേണ്ടി ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ അറിയാം. ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർ ബാർ ഡാഷ് ഓഫ് ടി നോട്ട്. ടിയിലെ ടാൻജൻ്റാണ് ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനാണ് ആർ ബാർ ഡാഷ് ഓഫ് ടി. അപ്പോൾ ടി നോട്ടിലെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആർ ബാർ ഡാഷ് ഓഫ് ടി നോട്ട്. അപ്പോൾ ടാൻജൻറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ ബാർ ഡാഷ് ഓഫ് ടി പാസിംഗ് ത്രൂ എഫ് ഓഫ് ടി നോട്ട്, ജി ഓഫ് ടി നോട്ട്, എച്ച് ഓഫ് ടി നോട്ട്. അപ്പോൾ ടാൻജൻറ്റ് ലൈൻ ടു ദ കർവ് അറ്റ് എ പോയിൻറ്റ് ടി നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു, അല്ലെങ്കിൽ ഈ ലൈൻ്റെ ഡയറക്ഷനിൽ പോകുന്ന ആർ ബാർ ഡാഷ് ഓഫ് ടി നോട്ട് എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന വെക്ടർ പാസിംഗ് ത്രൂ എഫ് ഓഫ് ടി നോട്ട്, ജി ഓഫ് ടി നോട്ട്, എച്ച് ഓഫ് ടി നോട്ട്. ഇനി ഒരു കർവ് സ്മൂത്ത് കർവ് ആണെങ്കിൽ ഡി ആർ ബൈ ഡി ടി എപ്പോഴും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തും അതിന് ടാൻജൻറ്റ് കർവ് സ്മൂത്ത് അല്ലെങ്കിൽ എല്ലായിടത്തും അതിന് ടാൻജൻറ്റ് കാണത്തില്ല. ഇത് നമ്മൾ ഫിഗർ വരച്ചേക്കുന്ന പോസിറ്റീവ് ഡെൽറ്റ ടി പോസിറ്റീവായിട്ടുള്ള കേസാണ് ഞാൻ ഫിഗർ വരച്ചേക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് 2 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. ഇനി ഡെൽറ്റ ടി നെഗറ്റീവ് ആണെന്നുള്ള കേസും കൂടെ നോട്ടിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഡെൽറ്റ ടി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് സംഭവിക്കും? നമ്മൾ കേവ് വരച്ചു. അപ്പം ഇതാണ് നമ്മുടെ ഡയറക്ഷൻ പി എന്ന് വെച്ചാൽ ടി നെഗറ്റീവ് ആണെങ്കിൽ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് നമ്മൾ ആർ ബാർ ഓഫ് ടി ആയിട്ട് എടുക്കുന്നത്. ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്നുള്ളത് ടി നെഗറ്റീവ് ആണെങ്കിൽ ഈ ക്യൂ എന്നുള്ളത് ഇവിടെ ആയിരിക്കുകയല്ലേ വരുന്നത്. കാരണം ടി ആർ ബാർ ഇപ്പുറത്തോട്ട് മാറ്റി വരയ്ക്കാം. നമ്മുടെ പോയിൻ്റ് പി ഇതാ. ടി പ്ലസ് ഡെൽറ്റ ടി നെഗറ്റീവ് ആണെങ്കിൽ അത് ടി മൈനസ് സംതിങ് ആണ്. ടി മൈനസ് സംതിങ് എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കൂടി ഇപ്പുറത്തോട്ടായിരിക്കും. കാരണം ടിയുടെ ഇൻക്രീസിങ് ഡയറക്ഷൻ എന്ന് പറയുന്ന കേർവിൻ്റെ ഡയറക്ഷൻ ഇതാകുമ്പം ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ടി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി അതിങ്ങനെ പോവുക. അപ്പോൾ ടിയിലെ ഈ ടി എന്നുള്ള പൊസിഷൻ ഇതാണ് ആർ ബാർ ഓഫ് ടി. ഇനി ഡെൽറ്റ ടി നെഗറ്റീവ് ആണെങ്കിൽ ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടി പ്ലസ് ഡെൽറ്റ ടി നെഗറ്റീവ് ആകുമ്പോൾ ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടിയേക്കാളും ചെറുതായിരിക്കും. അപ്പം പി ക്യൂവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാ. ആ പി ക്യൂവിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേർവിൻ്റെ ഡയറക്ഷൻ എന്താണ്? കേർവ് പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത്. പി ഇവിടെയും ക്യൂ ഇവിടെയും ആകുമ്പം പി ക്യൂവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ക്ലിയർ ആയോ? ഒന്നും കൂടെ ഫിഗർ വരച്ച് ഞാൻ പറയാം. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഡെൽറ്റ ടി പോസിറ്റീവായിട്ടുള്ള കേസാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കേസിൽ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മുടെ കേർവ് ഇങ്ങനെ പോവാണ്. പി ഇവിടെയും നമ്മുടെ പി എന്ന് പറയുന്നത് ആർ ബാർ ഓഫ് ടി ആണ്. ഡെൽറ്റ ടി നെഗറ്റീവ് ആണെങ്കിൽ ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടിയുടെ വാല്യൂവിനെ വരുന്നതിന് മുമ്പത്തെ പോയിൻ്റ് ആയിരിക്കും. ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി നെഗറ്റീവ് ആകുമ്പോൾ ടി മൈനസ് സംതിങ് ആയതുകൊണ്ട് ഏകദേശം ഈ ഒരു പൊസിഷൻ പിയുടെ ഇപ്പുറത്തായിരിക്കും വരുന്നത്. അതായത് കേർവിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് പിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ പി ക്യൂയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കേർവിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ പി ക്യൂവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. പക്ഷേ ഡെൽറ്റ ടി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി എന്നുള്ളത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പോകുന്നു. ഡെൽറ്റ ടിയും നെഗറ്റീവ് ആകുമ്പം പിന്നെ ഈ റേഷ്യോ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ തന്നെ ആയിരിക്കുകയല്ലേ. അതായത് പി ക്യൂവിൻ്റെ ഡയറക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനാണ്. പക്ഷേ നമ്മൾ അതിനെ ഒരു നെഗറ്റീവ് നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനെ നമ്മൾ നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു വരികയല്ലേ. അപ്പോൾ അത് പിന്നെയും ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ഡെൽറ്റ ടി നെഗറ്റീവ് ആണെങ്കിലും ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും. അതായത് ഡയറക്ഷൻ ഓഫ് മോഷൻ ആയിരിക്കും. പി ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ടി നെഗറ്റീവ് വരുമ്പം പി ക്യൂ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മോഷൻ്റെ ബാക്ക്വേർഡ് ഡയറക്ഷനായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ പി ക്യൂവിൻ്റെ ഡയറക്ഷനാണ് ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നത്. അതിനെ ഡെൽറ്റ ടി എന്നുള്ള നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ പി ക്യൂവിൻ്റെ ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. അപ്പോൾ അത് ഫോർവേഡ് ഡയറക്ഷനിലായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഡെൽറ്റ ടി പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ റേഷ്യോ ആർ ബാർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ബാർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി ആർ ബൈ ഡി ടി അല്ലെങ്കിൽ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. ടാൻജൻറ്റ് ടു ദ കേർവ് എന്ന് എപ്പോഴും പറയുന്നത് അതെപ്പോഴും നമ്മുടെ ഫോർവേഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. കേർവിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് എപ്പോഴും കേർവിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും മൂവ് ചെയ്യുന്നത്. ഡെൽറ്റ ടി പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഡി ആർ ബൈ ഡി ടിയുടെ മോഷൻ എപ്പോഴും ഫോർവേഡ് ഡയറക്ഷനായിരിക്കും. ഡെൽറ്റ ടി പോസിറ്റീവ് ആണെങ്കിൽ
പി ക്യൂവിൻ്റെ ഡയറക്ഷനും പോസിറ്റീവാണ്, ഡെൽറ്റ ടിയും പോസിറ്റീവ് ആയതുകൊണ്ട് ഫോർവേഡ് ഡയറക്ഷനിൽ പോകും. ഇനി ഡെൽറ്റ ടി നെഗറ്റീവ് ആണെങ്കിൽ പി ക്യൂവിൻ്റെ ഡയറക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ വരും. ഡെൽറ്റ ടി നെഗറ്റീവ് ആയതുകൊണ്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പിന്നെ ഫോർവേഡ് ഡയറക്ഷനായിട്ട് മാറുന്നു. അപ്പോൾ ഡി ആർ ബൈ ഡി ടിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അത് എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പം സ്മൂത്ത് കർവ് ആണ് എങ്കിൽ, കർവ് സ്മൂത്ത് ആണെങ്കിൽ ഡി ആർ ബൈ ഡി ടി എപ്പോഴും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കർവ് സ്മൂത്ത് ആണെങ്കിൽ എല്ലാ സ്മൂത്ത് ആവുന്ന പോയിന്റുകളെല്ലാം കർവിന് ടാൻജൻറ്റ് കാണും. ഇനി പീസ് വൈസ് സ്മൂത്ത് എന്നൊരു ഡെഫിനേഷൻ കൂടെ അവിടെ തന്നിട്ടുണ്ട്. ഒരു പീസ് വൈസ് സ്മൂത്ത് കർവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ പീസുകളും സ്മൂത്ത് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു കർവ് C1, ഇതൊരു സ്മൂത്ത് കർവാണ്. ഈ കർവ് ഇവിടം വരെ, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കർവ് C2, ഇതൊരു സ്മൂത്ത് കർവാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വേറൊരു കർവ് ഇങ്ങനെ പോയി, ഇതും ഒരു സ്മൂത്ത് കർവ്. ഇങ്ങനെ പല സ്മൂത്ത് കർവുകളെ നമ്മൾ ജോയിൻ ചെയ്യുമ്പം കിട്ടുന്നതിനാണ് നമ്മൾ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർവുകൾ സ്മൂത്ത് ആവണമെന്ന് നിർബന്ധമില്ല. പല സ്മൂത്ത് കർവുകളെ ജോയിൻ ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയുന്നത്. പക്ഷേ പീസ് വൈസ് സ്മൂത്ത് കർവുകൾ സ്മൂത്ത് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പം കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇങ്ങനെ ആ ജോയിൻറ്റ് വരുന്ന പോയിന്റുകളിൽ അത് കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് കൊണ്ട് അത് സ്മൂത്ത് ആയിരിക്കുകയില്ല. ഇനി നമുക്കുള്ളത് ഡെഫിനിഷനുകളാണ്. ആറാണ് വെക്റ്റർ ആറാണ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്മൂത്ത് കർവ് എങ്കിൽ അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ വി ബാർ ഇസ് വെലോസിറ്റി വെക്റ്റർ v is defined as d vector r by dt. dr by dt ആണ് നമ്മൾ വെലോസിറ്റി വെക്റ്റർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ നമ്മൾ വെക്റ്റർ എ എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കുന്നത്. അത് ഡെറിവേറ്റീവ് ഓഫ് ദ വെലോസിറ്റി വെക്റ്റർ ആണ്. അത് അപ്പോൾ എന്തുമായിരിക്കും? d²r/dt² ആണ്. വെലോസിറ്റി വെക്റ്റർ തന്നെ dr by dt ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡെറിവേറ്റീവ് ആയതുകൊണ്ട് അത് d²r/dt² ആയിരിക്കും. ഇനി നമുക്ക് സ്പീഡാണ് വരുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റിയാണ്. അപ്പോൾ അത് മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ആണ്. നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയാണ്. പിന്നെ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് വി ബാർ ബൈ മോഡുലസ് ഓഫ് വി ബാർ. ഡയറക്ഷൻ ഓഫ് മോഷൻ്റെ ഡയറക്ഷനുള്ള വെക്റ്റർ എന്ന് പറയുന്നത് വെലോസിറ്റി വെക്റ്ററാണ്. അപ്പം വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ കിട്ടും. വി ബാർ ബൈ മോഡുലസ് ഓഫ് വി ബാർ. അപ്പോൾ നമ്മൾ ആദ്യം വെലോസിറ്റി പഠിച്ചു. വെലോസിറ്റി പറയുന്നത് dr by dt. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ d²r/dt² അല്ലെങ്കിൽ dv by dt ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ആക്സിലറേഷൻ പഠിച്ചു, വെലോസിറ്റി പഠിച്ചു. സ്പീഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ആണ്. പിന്നെ നമുക്ക് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി മോഷൻ എന്ന് പറയുന്നത് വി ബാർ ബൈ മോഡുലസ് ഓഫ് വി ബാർ. അപ്പം നമുക്ക് വി ബാറിനെ നമുക്ക് മോഡുലസ് ഓഫ് വി ബാർ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ ഫോം സ്പീഡ്, ഇതെന്ന് പറയുന്നത് എന്താ? സ്പീഡാണ്. സ്പീഡ് ഇൻറ്റു ഡയറക്ഷൻ ഓഫ് മോഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യും. വെലോസിറ്റി വെക്റ്ററിനെ നമുക്ക് അത് നോട്ടി പറയുന്നുണ്ട്. വെലോസിറ്റി വെക്റ്ററിനെ നമുക്ക് സ്പീഡ് ഇൻറ്റു ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് വി ബാർ ബൈ മോഡുലസ് ഓഫ് വി ബാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. Find the velocity, speed and acceleration of a particle whose motion in space is given by the position vector r bar of t equal to, ചെറിയ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ നോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് എഴുതിയിട്ടുണ്ട്, 2 sin t j plus 5 cos square t k. Find the velocity, speed and acceleration of the particle. അപ്പോൾ നമുക്ക് ആദ്യം വെലോസിറ്റി വെക്റ്റർ കാണാം. വെലോസിറ്റി വെക്റ്ററിൻ്റെ ഫോർമുല എഴുതി പോകണം. അത് dr by dt ആണ്. ഇപ്പോൾ നമ്മളൊരു വെക്റ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ കമ്പോണൻറ്റും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് dr by dt എന്ന് പറയുമ്പോൾ 2 cos t i ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 2 ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ്. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി ഐ പ്ലസ് 2 ഇൻറ്റു സൈൻ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് ടി ജെ പ്ലസ് 5 ഇൻറ്റു കോസ് സ്ക്വയർ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 2 കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ടി കെ എന്ന് വരും. സോ dr by dt എന്ന് പറയുന്നത് എന്താ? മൈനസ് 2 സൈൻ ടി ഐ പ്ലസ് 2 കോസ് ടി ജെ മൈനസ് 5 ഇൻറ്റു 2 കോസ് ടി സൈൻ ടി എന്ന് പറയുമ്പോൾ മൈനസ് 10 കോസ് ടി സൈൻ ടി കെ എന്ന് വരും. അപ്പോൾ -2 sin t i
പ്ലസ് 2 കോസ് ടി ജെ മൈനസ് 10 കോസ് ടി സൈൻ ടി കെ. ഇനി 2 കോസ് ടി സൈൻ ടിയെ വേണമെങ്കിൽ നമുക്ക് സൈൻ 2t എന്ന് എടുക്കാം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്, ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. 2 കോസ് ടി സൈൻ ടി എന്നുള്ളത് സൈൻ 2t. അപ്പോൾ നമുക്കതിനെ -5 സൈൻ 2t കെ എന്ന് എടുക്കാം. ഇവിടെ ചെയ്യാണ്ട് ഞാൻ വിട്ടുപോയതാണ്. അപ്പം നമുക്ക് വെലോസിറ്റി വെക്ടർ കിട്ടി. വെലോസിറ്റി വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ കാണുന്നത് എങ്ങനെയാണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. -2 കോസ് ടി ഐ -2 സൈൻ ടി ജെ -2 ഇൻറ്റു സൈൻ ടിയുടെ കോസ് ടിയുടേത് മൈനസ് സൈൻ ടി -5 ഇൻറ്റു സൈൻ 2tയുടേത് 2 കോസ് 2t എന്ന് വരും കെ. അപ്പോൾ എത്ര വരും? -2 കോസ് ടി ഐ -2 സൈൻ ടി ജെ -10 കോസ് 2t കെ എന്ന് വരും. അപ്പോൾ ആക്സലറേഷനാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സ്പീഡ് അല്ലേ. സ്പീഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വി ബാർ ആണ്. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി നമുക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ ഒരു വെക്ടറിൻ്റെ മോഡുലസ് കാണാൻ വേണ്ടി അതിൻ്റെ ഐ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെ കമ്പോണൻ്റെ സ്ക്വയർ പ്ലസ് കെ കമ്പോണൻ്റെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -2 സൈൻ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈൻ സ്ക്വയർ ടി -2 കോസ് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 കോസ് സ്ക്വയർ ടി -5 സൈൻ 2t എന്ന് പറയുമ്പം 25 സൈൻ സ്ക്വയർ 2t. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ടേംസ് ഒരുമിച്ചെടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് 25 സൈൻ സ്ക്വയർ 2t എന്ന് വരും. ഇനി സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് 4 ഇൻറ്റു 1 പ്ലസ് 25 സൈൻ സ്ക്വയർ 2t എന്ന് വരും. അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 25 സൈൻ സ്ക്വയർ 2t ഇതിങ്ങനെ ഇട്ടാൽ മതി. കാരണം ഇതിൽ കൂടുതൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. റൂട്ട് ഓഫ് 4 പ്ലസ് 25 സൈൻ സ്ക്വയർ ടീനെ നമുക്ക് 2 പ്ലസ് 5 സൈൻ ടി എന്ന് എഴുതാൻ പറ്റില്ല കേട്ടോ. ചിലർ ചിന്തിക്കും റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് നമുക്ക് എ പ്ലസ് ബി എന്ന് എഴുതാം. ഇത് തെറ്റാട്ടോ, ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഇത് നമുക്ക് 2 സ്ക്വയർ പ്ലസ് 5 സൈൻ 2t ഇത് ഹോൾ സ്ക്വയർ. പക്ഷേ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി അല്ല. ഒരു 2ab ടേമും കൂടി ഉണ്ടെങ്കിൽ നമുക്കതിനെ എ പ്ലസ് ബി ഇത് ഹോൾ സ്ക്വയർ ഫോമിൽ കൺസിഡർ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റുള്ളൂ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും.